ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്തതായിട്ട് ഓസിലേറ്റേഴ്സിനെ പറ്റിയിട്ട് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ പ്രധാനമായിട്ടും ഓസിലേറ്റേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, അതുപോലെ എന്താണ് ഈ ഓസിലേറ്റർ വർക്ക് ചെയ്യാനുള്ള പ്രിൻസിപ്പിൾ, അത് എങ്ങനെ എന്തൊക്കെയാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതെല്ലാം നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഓസിലേറ്റർ? ഓസിലേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, the device which can produce a source of energy at a specific frequency, അത് നമുക്ക് വാരി ചെയ്യാനും പറ്റണം. ഓക്കെ, സോ if there is a device which produces a source of energy എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, there should be a fixed power, അതുപോലെ there is a fixed amplitude and there is a fixed frequency. All these you can vary. ഓക്കെ, സോ നമുക്കതെല്ലാം വാരി ചെയ്യാൻ പറ്റും. And such a device is called an oscillator. Okay, and it will be an electronic device. There were mechanical devices also, but like now the electronics is being popular, we are using the electronic oscillators. ഓക്കെ, അപ്പോൾ നമുക്ക് ഓസിലേറ്റേഴ്സിനെ പറ്റിയിട്ട് എന്താണ് അതിൻ്റെ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് ആ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ആദ്യം നോക്കാനുള്ളത് സൈനുസോയിഡൽ ഓസിലേറ്റർ. ഓക്കെ, സോ സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സിനെ നമുക്ക് ആദ്യം നോക്കി നോക്കാം. സോ okay, so if there is an electronic device which generates sinusoidal oscillations of desired frequency, then it is known as a sinusoidal oscillator. Even though we are saying that this is generating, actually എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, you are not generating any energy, but you are converting one type of energy into another. അതായത് നമ്മൾ ഈ ഓസിലേറ്ററിന് പവർ കൊടുക്കണം. ദാറ്റ് ഈസ് യു ഹാവ് ടു ഗീവ് സം ഡി സി സപ്ലൈ, ആൻഡ് ആ ഡി സി സപ്ലൈ നമ്മൾ നേരെ എ സി സപ്ലൈ ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒന്നിൻ്റെ അഡ്വാൻറ്റേജസ് അതെല്ലാം നമുക്കൊന്ന് നോക്കി നോക്കാം. ചില ഞാൻ പറഞ്ഞു ഓസിലേറ്ററിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് യു ക്യാൻ പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി. മെക്കാനിക്കൽ വെച്ചിട്ടാകുമ്പോൾ അതിനത്ര പറ്റണമെന്നില്ല. പിന്നെ അതുപോലെ ഒരുപാട് എഫിഷ്യൻസി ഉണ്ട്, അങ്ങനെയെല്ലാം ഉണ്ട്. സോ ആദ്യം നമുക്ക് ടൈപ്സ് ഓഫ് ഓസിലേഷൻസ് നോക്കി നോക്കാം. സോ ആദ്യം നമുക്ക് നോക്കാനുള്ളതാണ് ഡാംപ്ഡ് ഓസിലേഷൻസ്. ഓക്കെ, എന്താണ് ഡാംപ്ഡ് ഓസിലേഷൻസ്? സോ ഡാംപ്ഡ് ഓസിലേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. സപ്പോസ് യു ഹാവ് ഒരു ആക്സിസ് വരയ്ക്കട്ടെ. then ഇങ്ങനെ ഒരു ഓസിലേഷനെ നോക്കാം. ഈ ഓസിലേഷൻ്റെ പ്രത്യേകത എന്താണ്? യു ക്യാൻ സീ ദാറ്റ് ഈ കാണുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് അല്ലേ, ഈ കാണുന്ന ആംപ്ലിറ്റ്യൂഡ്. സോ ദിസ് ഈസ് ഡൺ വേഴ്സസ് ടൈം വേഴ്സസ് ഒന്നുകിൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട്. ഓക്കെ, സോ ഇവിടെ കാണുന്ന പ്രത്യേകത എന്താണ്? ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് എ ഫ്രീക്വൻസി, പക്ഷേ ഇതിൻ്റെ ഈ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കുറഞ്ഞ് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, that is those oscillations whose amplitude goes on decreasing with time, those are called damped oscillators. Okay, so amplitude goes on decreasing with time.
ഓക്കെ. ഇത് ഒരുപാട് കേസുകളിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഓരോ ഓസിലേഷനിലും അതിനകത്ത് കുറച്ച് എനർജി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഡി കെ കാണാം. ആൻഡ് ഡി കെ വിൽ ബി ഓഫ് ദ ഫോം ഓഫ് സം എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓസിലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യം നടക്കില്ല. ബിക്കോസ് വി വാണ്ട് എ ഫിക്സഡ് ടൈപ്പ് ഓസിലേറ്റർ. സോ അതുകൊണ്ട് തന്നെ ലെറ്റ്സ് ഹാവ് എ ഡിഫറെൻറ്റ് ഓസിലേറ്റർ. അപ്പോൾ നമുക്ക് ആദ്യം വയ്ക്കുകയാണ്. ദെൻ നമുക്ക് വേണ്ട ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതായത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ സ്റ്റഡി ആയിട്ടിരിക്കണം. അതുപോലെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഓരോ ഇൻ്റർമീഡിയറ്റ് ഇതായത് തമ്മിലുള്ള പീരിയഡ് അത് സെയിം ആയിരിക്കണം, അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇങ്ങനത്തെ ഓസിലേഷൻസ് ആണ് പറയുന്നത്. ഓക്കെ. ഇങ്ങനത്തെ ഓസിലേഷൻസിനെ പറയുന്ന പേരാണ് അൺഡാംപ്ഡ് ഓസിലേഷൻസ്. ഇതിനെ പറയും അൺഡാംപ്ഡ് oscillations. Okay, that is the electrical oscillations whose amplitude remains constant with time. Those are called undamped oscillations. അപ്പോൾ എങ്ങനെയാണ് ഈ ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുക? അപ്പോൾ ഈ പറഞ്ഞില്ല, ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമുക്കിങ്ങനെ ഒരു ഓസിലേഷൻസ് ഉണ്ട്. ഹിയർ ആംപ്ലിറ്റ്യൂഡ് ഗോസ് ഓൺ ഡിക്രീസിങ് ആൻഡ് ഇവിടെ ഇത് ഫിക്സഡ് ആയിട്ടിരിക്കുന്നത്. Now how do you produce such oscillations? All this is done using a circuit known as oscillatory circuit. Okay. So a circuit which produces electrical oscillations of any desired frequency is known as an oscillatory circuit. So the circuit which produces electrical oscillations of any desired frequency is known as an oscillator circuit അല്ലെങ്കിൽ tank circuit. ഓക്കെ. അപ്പോൾ ഒരു സിംപ്ലർ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. സോ വാട്ട് യു ക്യാൻ ഹാവ് ഈസ് ഒരു ഇൻഡക്ടറും അതുപോലെ തന്നെ ഒരു കപ്പാസിറ്ററും ഇങ്ങനെ വയ്ക്കും. ദർ ഇസ് എ സ്വിച്ച് എസ്, ഹിയർ ഇൻഡക്റ്റൻസ് എൽ, capacitance C. Okay. ഇതിൽ സപ്പോസ് ഐ ആം ചാർജിങ് ദ കപ്പാസിറ്റർ. ഈ ചാർജ് ചെയ്തിട്ട് കപ്പാസിറ്ററിനെ മാക്സിമം വാല്യൂ ആയിട്ട് വെച്ചു. ഓക്കെ. ദെൻ അത് മാക്സിമം ആയി വെച്ച് കഴിഞ്ഞു. അത് വെച്ചിട്ട് ഞാൻ നിർത്തി. ഇനി ഞാൻ ഈ സ്വിച്ച് അങ്ങോട്ട് അമർത്തുകയാണ്. അതായത് ഐ ആം ക്ലോസിങ് ദ സർക്യൂട്ട്. സർക്യൂട്ട് ആണ് ക്ലോസ് ചെയ്ത് എന്തുണ്ടാവും? ഈ കപ്പാസിറ്റർ ഇപ്പോൾ ചാർജ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ദിസ് സ്റ്റാർട്ട്സ് ഡിസ്ചാർജിങ് ത്രൂ ദ ഇൻഡക്ടർ. ഓക്കെ. നൗ ഇത് ഇൻഡക്ടറിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇറ്റ് പ്രൊഡ്യൂസസ് എ ബാക്ക് ഇ എം എഫ്. നമുക്കറിയാം സെൽഫ് ഇൻഡക്ഷൻ അല്ലേ. സോ ഇറ്റ് പ്രൊഡ്യൂസസ് എ ബാക്ക് ഇ എം എഫ്. അപ്പോൾ എന്തുണ്ടാവും? അത് തിരിച്ച് ഇപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണെങ്കിൽ ഈ ബാക്ക് ഇ എം എഫ് എന്ന് നേരെ അതിൻ്റെ ഇ എം എഫ് എന്നുള്ളത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ഇറ്റ് ഇവിടുന്ന് ഇത് നേരെ തിരിച്ചിങ്ങോട്ട് ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് വന്നിട്ട് നേരെ ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും. ഓക്കെ. സോ അത് ഇവിടെ വന്നിട്ട് ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും. ദെൻ വൺസ് ഇറ്റ് സ്റ്റോപ്പ് ദ കപ്പാസിറ്റർ അഗെയിൻ ഡിസ്ചാർജസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. കപ്പാസിറ്റർ ചാർജ് ചെയ്യും, ഇത് കൂടെ തിരിച്ചും കൂടെ കൗണ്ടർ ഇ എം എഫ് പോകും.
അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ലെൻസസ് ലോ അതെല്ലാം +2 പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എ വേവ് ഫോം സംതിങ് ലൈക്ക് ദിസ്. കപ്പാസിറ്റർ കൊണ്ട് ആദ്യം ഇങ്ങനെ ഒരു വന്നു, പിന്നെ ഇങ്ങോട്ട് വന്നു, ഇങ്ങനെ വരും. അപ്പോൾ ഇതിന് കുഴപ്പം എന്താണുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ കമ്പോണൻസിനകത്ത് കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ ആസ് എ പാർട്ട് ഓഫ് ദ റെസിസ്റ്റൻസ് ഇവിടെയുള്ള ആംപ്ലിറ്റ്യൂഡ് ഇതിങ്ങനെ ഡിക്രീസ് ചെയ്തുകൊണ്ട് ഇങ്ങനെയിരിക്കും. നൗ the oscillations will be having a frequency f is equal to 1/2 pi root LC. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ഓസിലേഷൻസ്, സോ ഇവിടെ ഉണ്ടായിരുന്ന ഓസിലേഷൻസ് ഏകദേശം ഇങ്ങനെയാണ്, ഇതിങ്ങനെ ഡിക്രീസ് ചെയ്തുകൊണ്ട് പോവാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു സർക്യൂട്ട് കൊണ്ട് നമുക്കത് ഈ പറയുന്ന നമ്മുടെ ഓസിലേറ്ററിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. So we want to produce undamped oscillations. So question ഇതാണ്, എങ്ങനെയാണ് ഇതുപോലെയുള്ള ടാങ്ക് സർക്യൂട്ടിൽ നിന്ന് അൺഡാംപ്ഡ് ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുക? അപ്പോൾ അത് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ സൈക്കിളിലും ഇങ്ങനെ എനർജി ഇങ്ങനെ കുറയുന്നുണ്ട്. അത് നേരെ ഒരു എക്സ്റ്റേണൽ എനർജി സോഴ്സ് വെച്ചിട്ട് സപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ യു നീഡ് ദ ഫോളോയിങ് കണ്ടീഷൻസ്. എന്തൊക്കെയാണ് കണ്ടീഷൻസ് നോക്കാം. ഫസ്റ്റ്, ദ എമൗണ്ട് ഓഫ് എനർജി സപ്ലൈ ഷുഡ് ബി സച്ച് സോ ആസ് ടു മീറ്റ് ദ ലോസസ് ഇൻ ദ ടാങ്ക് സർക്യൂട്ട് ആൻഡ് ദ AC എനർജി ഫ്രം ദ സർക്യൂട്ട് ബൈ ലോഡ്. അതായത് ഈ സർക്യൂട്ടിൽ കൂടെ പോകുമ്പോൾ എനർജി ലോസ് ചെയ്യുന്ന അത്രയും എനർജി നമ്മൾ സപ്ലൈ ചെയ്യണം. ഓക്കെ, അതായത് സോ ജസ്റ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു LC സർക്യൂട്ടിൽ ഏകദേശം 5 milliwatt സർക്യൂട്ട്. ഓക്കെ, ഇത് എത്രയും 5 milliwatt ഏകദേശം എനർജി ഇത് ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് ഒരു 100 milliwatt പവറാണ് വേണ്ടത്. അപ്പോൾ ഈ 100 milliwatt 5 milliwatt ഓരോ പ്രാവശ്യം കൂടെ പോകുന്ന സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് വേണം? യു നീഡ് ടു സപ്ലൈ. അപ്പോൾ ഇതിൽ നിന്ന് 100 milliwatt പുറത്തേക്ക് എടുക്കണം, 5 milliwatt പോവുകയും ചെയ്യും. അപ്പോൾ ടോട്ടൽ എത്ര വേണം? ടോട്ടൽ ഷുഡ് ബി 105 milliwatt. അതായത് ലോസ് ചെയ്യാനുള്ള എനർജി പ്ലസ് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാനുള്ള എനർജി, അത്രയും എനർജി നമ്മളോട് സപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് യു നീഡ് ടു സപ്ലൈ 105 milliwatt continuously to the circuit. Okay, the applied energy should have the same frequency as that of the oscillation. അത് ചെയ്തില്ലെങ്കിലുള്ള ഒരു പ്രശ്നമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ കൺസിഡർ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ റെഡ് കളറിൽ വരയ്ക്കുന്ന ഒരു എനർജി സപ്ലൈ ആണ്. അപ്പോൾ ഇവിടുന്ന് ഇതാണ് നമ്മുടെ ഓസിലേഷൻ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എനർജി ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു പോയി, ഇവിടെ എത്തിയപ്പോൾ കുറച്ച് കുറഞ്ഞു അല്ലേ. കുറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എത്ര ആയാലാണ് ഈ പഴയ ഇതേ ആംപ്ലിറ്റ്യൂഡ് തന്നെ ആവുക, അത്രയും എനർജി സപ്ലൈ ചെയ്യണം. അതായത് ഇത് ഇവിടെ പോസിറ്റീവ് ഡയറക്ഷൻ, ഇത് നെഗറ്റീവ് ഡയറക്ഷൻ. അപ്പോൾ ഓസിലേറ്ററി ലെവലിൽ വേണം കൊടുക്കാൻ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് പോസിറ്റീവും ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ് സപ്ലൈ ചെയ്യണതിന് പകരം പോസിറ്റീവ് വോൾട്ടേജ് സപ്ലൈ ചെയ്താൽ എന്താ ഉണ്ടാകുന്നത്? ഇവിടെ ആംപ്ലിറ്റ്യൂഡ് അവിടെ കുറയും അല്ലേ. അതായത് ഇവിടെയുള്ള അതേ ഓസിലേഷണൽ ഫ്രീക്വൻസിയിൽ തന്നെ എനർജി നമുക്ക് സപ്ലൈ ചെയ്യണം. ഓക്കെ, സോ യു നീഡ് ടു ഗീവ് എനർജി ഇൻ ദ സെയിം ഫ്രീക്വൻസി ആസ് ദാറ്റ് ഓഫ് ദ ഓസിലേഷൻ. അടുത്ത കാര്യം തന്നെയാണ്, ഇറ്റ് ഷുഡ് ബി ഇൻ സെയിം ഫേസ്. ഫേസ് സെയിം ആവണം എന്നുള്ളതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരേ ഫ്രീക്വൻസിയിലും കൊടുക്കണം, ഫേസിലും കൊടുക്കണം. ഓക്കെ, ഇനി ഈ 3 കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ such a circuit will produce undamped oscillations. Okay, now എങ്ങനെയാണ് ഈ സർക്യൂട്ട് അത് ഫുൾഫിൽ ചെയ്യുന്നത്? That is done using പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്താണ് ഫീഡ്ബാക്ക് എന്ന്. സോ ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാം.
അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു സർക്യൂട്ട് എല്ലാം വെച്ചിട്ടൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഫീഡ്ബാക്ക് കൺസെപ്റ്റിൽ തന്നെ ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഫീഡ്ബാക്കിൻ്റെ ഇതെന്താണെന്നുള്ളതെല്ലാം. ഓക്കെ ഓക്കെ സോ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദാറ്റ്. ഇവിടെയുള്ള സർക്യൂട്ട് ചെക്ക് ചെയ്ത് നോക്കൂ. ഇതാണ് ആംപ്ലിഫയർ. ഓക്കെ, ഈ ആംപ്ലിഫയറിലേക്ക് നമുക്ക് ഇവിടുന്ന് ഒരു സിഗ്നൽ, ഇത് ഒരു ടാങ്ക് സർക്യൂട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു. അത് ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഇൻപുട്ടിലേക്ക് കൊടുത്തു. ഓക്കെ, സോ യു ഹാവ് an amplifier. ഓക്കെ, പിന്നെ അടുത്തത് ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻപുട്ട്. സോ ഇൻപുട്ട് ഏകദേശം ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇനി ആംപ്ലിഫയറിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഔട്ട്പുട്ട് എന്തായി? നേരെ ഓപ്പോസിറ്റായി. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടെ അങ്ങനെ വരുന്നു, ഇതിവിടെ വരുന്നു. ഇനി ഇതിങ്ങനെ പോകണം. ഇവിടെയും ഞാനൊരു 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കൊടുത്തു. ഓക്കെ, അപ്പോൾ എന്തുണ്ടായി? ഇവിടെ വന്ന ഈ സാധനം തിരിച്ച് ഇങ്ങനെ തന്നെ മാറും. കറക്റ്റാണല്ലോ. അപ്പോൾ ഇവിടെ വന്ന ഈ സാധനം ഫീഡ്ബാക്ക് സർക്യൂട്ട് വഴി വന്നു. ഫീഡ്ബാക്ക് സർക്യൂട്ടായിട്ട് വന്നിട്ട് ഈ ആംപ്ലിഫയർ കൂടെ കടന്നു. ലെറ്റ് എ വി ബി ദ ഗെയിൻ, ബീറ്റ ബി ദ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് വരുന്നത് നോക്കി നോക്കാം. ലെറ്റ് ആദ്യം നമ്മൾ ഒരു സർക്യൂട്ട് കൊടുക്കുകയാണ്. ഇത് ഒരു ടാങ്ക് സർക്യൂട്ട് വെച്ചിട്ട് ഒരു സിഗ്നൽ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് വി എഫ് എന്ന് പറയുന്ന ഫ്രാക്ഷൻ, അപ്പോൾ വി എന്ന് പറയുന്ന ഇതിനെ ഔട്ട്പുട്ട് വി ഒ ആയി. വി എഫ് എന്ന് പറയുന്ന ഫ്രാക്ഷൻ ഓഫ് ദ ഔട്ട്പുട്ട് ഈസ് ഫെഡ് ബാക്ക് ടു ദ ആംപ്ലിഫയർ. ഓക്കെ, ഇനി ഈ വീൻ ഒന്ന് കൊടുത്തു, അതായത് ടാങ്ക് സർക്യൂട്ട് കൊണ്ട് ഒരു സിഗ്നൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പിന്നെ അത് ഇങ്ങനെ പോസിറ്റീവ് കണ്ടിന്യൂസ് ആയി അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ. ഇനി നമുക്ക് ജസ്റ്റ് കണ്ടീഷൻ ആലോചിച്ച് നോക്കാം. സപ്പോസ് ഐ എം ഗിവിങ്, നമുക്ക് ഇതിനകത്തുനിന്ന് സോ വി എഫ് ഫീഡ്ബാക്ക് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ബീറ്റ വി ഒ അല്ലേ, അതാണ് ഫീഡ്ബാക്ക് വോൾട്ടേജ്. ഇനിയോ ഔട്ട്പുട്ട് നമുക്ക് മാറാൻ പാടില്ല. അതായത് ഇവിടെ വന്നിട്ടുള്ള ഈ വി എഫ് എന്നുള്ള വോൾട്ടേജിനെ ആംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി ഒ മാത്രമേ കിട്ടാവൂ. അതായത് വി ഒ ഷുഡ് ബി എന്തായിരിക്കണം? ബീറ്റ ഇൻറ്റു എ വി ഇൻറ്റു എന്തായിരിക്കണം? വി ഒ അല്ലേ. ദാറ്റ് മീൻസ് ബീറ്റ എ വി ഷുഡ് ബി ഈക്വൽ ടു 1. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് അൺഡാംപ്ഡ് ഓസിലേഷൻസ് കിട്ടുകയുള്ളൂ. വേർ എ വി ഈസ് ദ വോൾട്ടേജ് ഗെയിൻ without feedback, beta is the feedback fraction. ഈ ബീറ്റ എ വി ഈക്വൽ ടു 1 അതിനെ പറയുന്ന പേരാണ് ബർഖൗസൻ ക്രൈറ്റീരിയൻ. ഓക്കെ, സോ ഈ ബർഖൗസൻ ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു അൺഡാംപ്ഡ് ഓസിലേഷൻസ് ഓസിലേറ്ററിൽ നിന്ന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, നൗ ഒരു ട്രാൻസിസ്റ്റർ ഓസിലേറ്ററിനകത്ത് എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ട പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ, പ്രധാനപ്പെട്ട പാർട്സ് എന്ന് നോക്കാം. സോ ലെറ്റ്സ് മേക്ക് എ transistor
ഓസിലേറ്റർ. അപ്പോൾ നോക്കാം. ഇവിടെ ഒരു ടാങ്ക് സർക്യൂട്ട്. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ വേണം. ആ ആംപ്ലിഫയറിലേക്ക് ഈ ഇൻപുട്ട് കൊടുക്കണം. എന്നിട്ട് ഔട്ട്പുട്ട് നേരെ എടുക്കണം. ആൻഡ് യു വിൽ ഹാവ് എ ഫീഡ്ബാക്ക് സർക്യൂട്ട്. അപ്പോൾ ഈ ഫീഡ്ബാക്ക് നേരെ ഇങ്ങോട്ട് കൊടുക്കണം. ഓക്കെ, സോ ഇൻ എ ട്രാൻസിസ്റ്റർ ഓസിലേറ്റർ എന്തൊക്കെയാണ് വേണ്ടത്? ദ ഫസ്റ്റ് വൺ ഈസ് എ ടാങ്ക് സർക്യൂട്ട്. Okay, so this consists of an inductance coil L and a capacitor C, and the frequency of the tank oscillations depends on F is equal to 1 by 2 pi root LC. Okay, അടുത്തത്, you want a transistor ആംപ്ലിഫയർ. സോ ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് റിസീവ്സ് DC പവർ ഫ്രം ദ ബാറ്ററി ആൻഡ് ചേഞ്ചസ് ഇൻ ടു AC പവർ. സോ അതെങ്ങനെ ചെയ്യുന്നത്? ഈ DC പവർ എടുത്തിട്ട് ഈ ഇതിൽ കൂടെ വരുന്ന ഈ ഒരു ടാങ്ക് ഓസിലേഷൻസിൽ നിന്ന് വരുന്ന ആ വോൾട്ടേജിനെ അല്ലെങ്കിൽ ആ ഓസിലേഷൻസിനെ ആംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആംപ്ലിഫൈങ് പ്രോപ്പർട്ടീസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ കാരണമാണ് നമുക്ക് ബെറ്റർ ഓസിലേഷൻസ് കിട്ടുന്നത്. Now the third part is you need a feedback circuit. Okay, so you need a feedback circuit for the transistor amplifier. അപ്പോൾ നമുക്ക് മറ്റേ ജസ്റ്റ് വേറെ ഒരു നോട്ട് പറയാം, ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാനുണ്ട്. That is about the Barkhausen criterion. Barkhausen criterion എന്താണെന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. Barkhausen criterion is equal to beta into AV is equal to 1. That is, in order to produce continuous undamped oscillations at the output of the amplifier, the positive feedback should be such that beta AV is equal to 1. അതൊന്ന് ജസ്റ്റ് ഒന്ന് മാത്തമാറ്റിക്കലി നോക്കുക. We have amplifier, the gain with feedback is equal to AV into 1 minus beta AV. Okay, if beta AV is equal to 1, AVF is equal to infinity. So we cannot, it's true that like we cannot achieve infinite gain, പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ it will produce a voltage. Okay, അത് നമുക്ക് വളരെ നല്ല ഹൈ ആംപ്ലിഫൈയുള്ള വോൾട്ടേജ് അതിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു കാര്യം കൂടി പ്രത്യേകം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയേ പറ്റും. Now there are many types of oscillator. പലതരം ഓസിലേറ്റേഴ്സ് ഉണ്ട്. ഓരോ ഓസിലേറ്റേഴ്സിനെ പറ്റിയിട്ട് വേണമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കണം. പലതരം ഓസിലേറ്റേഴ്സിനെ പറ്റിയിട്ടും അവയുടെ വർക്കിങ്ങിനെ പറ്റിയിട്ടും ഞാനിനി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ആൻഡ് ഇത്രയും ഇത് ഓസിലേറ്റർ കൺസെപ്റ്റ്സ് ആണ്. ഇതെല്ലാം എല്ലാവരും നേരെ നോക്കി വയ്ക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. Okay, thank you.